ഇറാനെ ആക്രമിച്ച് അമേരിക്കയും ഇസ്രായേലും. ഇന്ന് പുലർച്ചെ മുതലാണ് ഇറാനിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത സൈനിക ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാനിലെ ടെഹ്റാൻ അടക്കമുള്ള നിരവധി നഗരങ്ങളിലേക്ക് വലിയ ആക്രമണമാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും നടത്തിയിരിക്കുന്നത്. നിരവധി പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമായി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന 3 ജനറൽമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിലേക്ക് ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി വരികയായിരുന്നു അമേരിക്കയും ഇസ്രായേലും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇസ്രായേലിൽ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ്. നരേന്ദ്രമോദി ഇസ്രായേലിൽ നിന്ന് തിരികെ കയറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനിലേക്കുള്ള ആക്രമണം ഇസ്രായേലും കൂടി ചേർന്ന് ആരംഭിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ടെഹ്റാൻ അടക്കമുള്ള ഇറാനിലെ 5 നഗരങ്ങളിലേക്ക് അതിമാരകമായ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ നിരവധി സൈനിക കേന്ദ്രങ്ങളും സൈനിക പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇറാൻ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക അറബ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ടെൽ-അവീവ് അടക്കമുള്ള ഇസ്രായേലിലെ നഗരങ്ങളിൽ അതീവ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനകം തന്നെ 4 or 5 ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. അതിനെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ലേസർ ബീം അയൺ ഡോം സംവിധാനം അത് കൃത്യമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ ടെൽ-അവീവിലടക്കമുള്ള മറ്റ് ഇസ്രായേൽ നഗരങ്ങളിൽ കേൾക്കുന്നുണ്ട്. വലിയ സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. ജനങ്ങൾക്ക് വലിയ സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇതിനകം കൃത്യമായി തന്നെ നടക്കുന്നു. എന്നാൽ ഇറാനിലേക്കുള്ള ആക്രമണത്തിൻ്റെ തോത് ഒട്ടും തന്നെ അമേരിക്കയോ ഇസ്രായേലോ കുറയ്ക്കുന്നില്ല. കഴിഞ്ഞ 1 മാസക്കാലമായി വളരെ കൃത്യമായ നിർദ്ദേശങ്ങളും വളരെ കൃത്യമായ ചർച്ചകളും ഇറാനുമായി അമേരിക്ക നടത്തുന്നുണ്ട്. ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാനും ആണവായുധം കൈവശമുണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ ഉപേക്ഷിക്കാനുമുള്ള നിർദ്ദേശമാണ് ഇറാന് അമേരിക്ക നൽകിയത്. എന്നാൽ ഇതിനെയെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇറാൻ നടത്തിയത്. അതിനൊടുവിലാണ് എല്ലാ ചർച്ചകളുടെയും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്.